പോസ്റ്റായി നിൽക്കുന്ന ഞാനാണ് ഇവിടെ കേട്ടോ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ നാലാഞ്ചിറയിലുള്ള ഗിരിദീപ ഓഡിറ്റോറിയത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കട്ട വെയിറ്റിങ്ങിലാണ് ഞാനും എൻ്റെ അച്ചാച്ചനും കൂടെ ഞങ്ങളൊരു ഫംഗ്ഷന് പോയതാണ് കേട്ടോ. ഞങ്ങളുടെ റിലേറ്റീവിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് പോയതാണ്. ഞങ്ങൾ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വീട്ടിലെത്താമെന്നുള്ള രൂപത്തിലൊക്കെയാണ് പോയത്. പക്ഷേ സംഭവം പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ ഏതാണ്ട് ഒരു 4 മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ 4 മണിയായപ്പം മോളുടെ സ്കൂൾ വിട്ടപ്പം തന്നെ അവൾ വിളിച്ചത് എവിടെ ഉള്ളതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവിടെ അടുത്ത് തന്നെയല്ലേ നാലാഞ്ചിറയിൽ നിന്ന് കുറച്ച് പോയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ട് അച്ചാച്ചൻ മോളെ വിളിക്കാൻ പോയി. ഞാനവിടെ പോസ്റ്റായി നിൽക്കുന്നതാണ് കേട്ടോ. എല്ലാവരും അങ്ങ് അകത്തേക്ക് ഓഡിറ്റോറിയത്തിലേക്ക് പോയി കഴിഞ്ഞു. ഞാൻ മാത്രം ഇങ്ങനെ വായി നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ, പോസ്റ്റ് അടിച്ച്. അപ്പോൾ നമ്മൾ ഈ ഒറ്റയ്ക്കൊക്കെ ഒരു കാര്യത്തിന് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമല്ലോ നമ്മളല്ലേ. സത്യത്തിൽ എനിക്കങ്ങനെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലാട്ടോ. നിങ്ങൾക്കൊക്കെ ആ ചമ്മലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്കിങ്ങനെ വഴി ചെന്ന് ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ചമ്മലൊക്കെയുള്ള കൂട്ടത്തിൽ അത് ഏതായാലും പോസ്റ്റ് മാറി രണ്ടും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഫുൾ യൂണിഫോമിലാണ് വന്നേക്കുന്നത്. എല്ലാവരും നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല രീതിയിലൊക്കെ ഞാനുൾപ്പെടെ ഒരുങ്ങി വന്നപ്പോൾ പാവം പിടിച്ചെൻ്റെ മോള് മാത്രം പോയ യൂണിഫോമിലിങ്ങി പോന്നു. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുകയാണ് നമ്മുടെ കൊച്ചിൻ്റെ. ഈ കുട്ടി ആരാന്ന് വെച്ചാൽ എൻ്റെ ഫാദർ, എൻ്റെ ഡാഡിയുടെ പെങ്ങളുടെ മോളുടെ മോളാണ്. അപ്പോൾ ഇവിടെ കൊച്ചിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ശ്രീകാര്യത്തേക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ ഫോട്ടോഷൂട്ടൊക്കെ കാണുമ്പോൾ നമ്മുടെ കുറേ കാലം ബേക്കിലേക്ക് അങ്ങ് ചിന്തിക്കാൻ തുടങ്ങും. നമ്മുടെ കല്യാണ സമയത്ത് ഇത്രയും വലിയ ഫോട്ടോഷൂട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് മക്കളോട് പറഞ്ഞു, മക്കളെ ആൻറ്റിയും കൂടെ ഒന്ന് കല്യാണം കഴിച്ചാലോ രണ്ടാമത്. അത് കേട്ടെല്ലാവരും ചിരിക്കാൻ തുടങ്ങി. വെറുതെ ചുമ്മാ നമുക്കിതൊക്കെ കാണുമ്പോൾ രസമല്ലേ, അത് പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചതാണ് ഇവിടെ കേട്ടോ. നമുക്കും കൂടെ ഒന്ന് ഫോട്ടോഷൂട്ട് നടത്താതെ കേട്ടോ. നിങ്ങളിത് കണ്ടിട്ട് കളിയാക്കരുത്, വെറുതെ ഒരു രസം, ഇതൊക്കെ ഒരു തമാശയല്ലേ അല്ലേ. പക്ഷേ നമുക്കിതൊക്കെ ഒരു രസവും തമാശയാണെങ്കിലും കല്യാണം കഴിക്കുന്നവരെ സംബന്ധിച്ച് ഇതൊക്കെ അവരുടെ നല്ല നല്ല ഓർമ്മകളാണ്. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എടുത്തു നോക്കാനും ആൽബം സൂക്ഷിക്കുന്നതും കാസറ്റായിട്ട് സൂക്ഷിക്കുന്നതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ എടുത്തു നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഓർമ്മകളാണ് ഇതൊക്കെയായിത്തീരുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ അവരുടെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ട് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും അവിടെ വെച്ചൊക്കെ കഴിഞ്ഞ് വെറുതെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ് കേട്ടോ. ഭയങ്കര വിശാലമായൊരു ഷോറൂമാണ് നമ്മുടെ ഈ നാലാഞ്ചിറയിലുള്ള ഈ ഗിരിദീപം എന്ന് പറയുന്ന ഓഡിറ്റോറിയം മാത്രമല്ല കേട്ടോ. സംഭവം ഇതിനകത്തേക്കൊന്ന് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അച്ഛനെ മോളുടെ എക്സാം എഴുതാൻ പോകുന്നതായിട്ട് ഈ ഒരു കോമ്പൗണ്ടിൽ കയറുന്നത്. ഈ ഒരു കോമ്പൗണ്ടിനകത്തേക്ക് കയറുമ്പോൾ ഒരു വിശാലമായ ഷോറൂമാണ് കേട്ടോ. അതിൽ ഒരുപാട് സ്കൂളുകൾ, എയ്ഡഡ്, അൺഎയ്ഡഡ്, പിന്നെ ബ്രില്യൻസിൻ്റെ കോച്ചിങ് സെൻറ്റർ എന്ന് വേണ്ട ഒരു 10-28 ഏക്കർ, ആ ഏക്കർ അത്രയും സ്ഥലത്ത് എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ, ഈവൻ പ്രൊഫഷണൽ കോഴ്സ്, ചർച്ചുകൾ, അതുപോലെ ഓഡിറ്റോറിയം, ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ കാര്യങ്ങൾ അതിനകത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയും. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ, അറിയാൻ, മനസ്സിലാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കിടന്ന ഉടനെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. തീറ്റയാണല്ലോ പ്രധാനം നമുക്കൊക്കെ അല്ലേ. തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരുണ്ട്, ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരുണ്ട്. ഇക്കൂട്ടത്തിൽ ഞാൻ ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ ആൻസർ ഇല്ല. ചില സമയത്ത് തിന്നാൻ വേണ്ടിയും ചില സമയത്ത് ജീവിക്കാൻ വേണ്ടിയെന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും അടിപൊളി വൈവായിരുന്നു അതിനകത്ത്. നല്ല സംഭവം, നല്ല അടിപൊളി എന്താ പറയുന്ന ഒരു പ്രത്യേക ഒരു അന്തരീക്ഷം നമുക്കതിനകത്ത് ഫീൽ ചെയ്യുമായിരുന്നു. ഏതായാലും നല്ല പ്രോഗ്രാമായിരുന്നു. നല്ല അറേഞ്ച്മെൻറ്റ്, നല്ല ഫുഡ്, എവരിതിങ് എല്ലാം നല്ലതായിരുന്നു. അപ്പോൾ കുട്ടികളുടെ ഫോട്ടോഷൂട്ടോ കാര്യം നടക്കുന്നു. അവിടെ കേക്ക് മുറിയൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങളേതായാലും തട്ടിവിടാനായിട്ട് ഭക്ഷണം കണ്ടാൽ പിന്നെ കണ്ണ് കാണില്ല എന്ന് പറയുന്ന പോലെ ഞങ്ങളെല്ലാവരും നേരെ ഭക്ഷണത്തിലേക്ക് അങ്ങോട്ട് പോയി അവിടെ നിന്ന് നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചിട്ടൊക്കെ പിന്നെ നമ്മൾ വന്നിരുന്നത്. അപ്പോൾ ഏതായാലും എന്താ പറയുന്നത്, കിട്ടുന്ന നല്ല അവസരങ്ങളൊക്കെ പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തി കുറച്ച് സമയം നമ്മൾ ഈ ടെൻഷൻ ഒക്കെ മാറി കുറച്ച് സമയം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് അങ്ങനെയൊക്കെയുള്ളൊരു അവസരം കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി പങ്കെടുക്കുകയും കുറേ കാര്യങ്ങൾ ഇതിലൂടെ നമുക്കറിയാൻ പറ്റും. നമ്മൾ പോകുന്ന സമയങ്ങളിൽ നമ്മുടെ മക്കളെയും കൂടെ കൊണ്ടുപോകണം. കാരണം എന്താണ് ഒരു ഫങ്ഷൻ എന്നും
എല്ലാവരോടും സഹകരിക്കാനും ഒക്കെ കഴിയുന്ന ഇങ്ങനെയൊക്കെയുള്ള ഓരോ വേളകളിൽ ഓരോ സന്ദർഭങ്ങളിലാണ്. അപ്പോൾ എന്തായാലും ശരി തന്നെ, ഓരോ കാര്യങ്ങളും നമുക്ക് പുതിയ പുതിയ അറിവാണ് നമുക്ക് തരുന്നത്. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ കാണുന്നത്, ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ, ഓരോ കാര്യങ്ങൾക്ക് പങ്കെടുക്കുമ്പോൾ, അത് കല്യാണമാവട്ടെ, മരണമാവട്ടെ, അതല്ല ഇനി വേറൊരു സെമിനാർ ആവട്ടെ, എന്തായാലും എന്നെ സംബന്ധിച്ച് ഞാൻ അതിലൊക്കെ കാണുന്നത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിയാൻ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായി കണ്ടെത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിലൂടെ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്ക് എന്നിൽ വരുത്താനുണ്ട് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഫുഡെന്ന് പറഞ്ഞാൽ പറയാൻ വയ്യ, ഏതെടുക്കണമെന്നറിയാൻ വയ്യാത്ത രീതിയായിരുന്നു. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ നാടൻ കപ്പയും മീൻ കറിയാണ്. അടിപൊളിയായിരുന്നു സംഭവം. എല്ലാ സാധനവും അവിടെ ഉണ്ടായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. പക്ഷേ നമ്മൾ ഈ സാധാരണക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കപ്പ പ്രേമികളാണല്ലോ ഞാനൊക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ടും കഴിച്ചത് കപ്പയും മീൻ കറിയൊക്കെ ആയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് വയറ് നിറഞ്ഞു പോയി മക്കളെ. പിന്നെ എന്തെടുക്കണമെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യാത്ത വിധമായിപ്പോയി. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇതെല്ലാം കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അയ്യോ ഇതെടുക്കാമായിരുന്നു എന്ന് ചിന്തിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. എന്തായാലും കിട്ടിയതൊക്കെ കുറേശ്ശൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കാതിരുന്നില്ല. അപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ പാഴാക്കാൻ പാടില്ല എന്നല്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് കിട്ടിയത് ലാസ്റ്റാണിത്. നമ്മുടെ അറിയാമല്ലോ, ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻസിൻ്റെ രസഗുള്ള. അത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഐസ്ക്രീം കൂടെ കിട്ടിട്ട്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും തിന്നുമെന്നറിയില്ല. ഞാൻ മാത്രമേ ചിലപ്പം ഇങ്ങനെയൊക്കെ തിന്നുന്നത്.